നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര BRCയിലെ MDMA കേസ് സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് BRCയിലേക്ക് BJP പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. BJP മേഖലാ ജനറൽ സെക്രട്ടറി M. മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. जय बोलो BJP, जय बोलो BJP, जय बोलो BJP, जय बोलो BJP. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ. പേരാമ്പ്രയിലെ BRCയെ, പേരാമ്പ്രയിലെ BRCയെ, പേരാമ്പ്രയിലെ BRCയെ, പേരാമ്പ്രയിലെ BRCയെ ലഹരി മാഫിയ മാരക രാസലഹരിയായ MDMA കടത്തുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര BRCയിലെ 3 അധ്യാപികമാരെ അറസ്റ്റ് ചെയ്ത സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരാൻ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്നും BJP മേഖലാ ജനറൽ സെക്രട്ടറി M. മോഹനൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. പല ഉന്നതന്മാരായ ആളുകളുമായി അവർ ബന്ധം വെക്കുന്നു. അവരുടെ ഇടപെടലിലും പെരുമാറ്റത്തിലും വ്യത്യാസം കാണുന്നു. ഈ വ്യത്യാസമൊന്നും ഇതിനെ നിയന്ത്രിക്കുന്നവർക്ക് മനസ്സിലായില്ലെന്നാണോ പറയുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇതൊരു നിസ്സാര സംഭവമല്ല. സമഗ്രമായ അന്വേഷണം നടത്തി ഇതിന്റെ പിന്നിലെ മുഴുവൻ വസ്തുതകളും പുറത്തു കൊണ്ടുവരണം. ആരാണ് ഇതിന്റെ ഉള്ളിലെ ബോസ്? ആരാണ് ഇവരെ നിയന്ത്രിച്ച ബോസ്? ഈ അന്വേഷണം അത്തരം ആളുകളിലേക്ക് കൂടി എത്തിയാൽ മാത്രമേ ഇതിന്റെ അടിവേരിറക്കാൻ സാധിക്കുകയുള്ളൂ. പേരാമ്പ്ര BRC ലഹരി കടത്തുകാരുടെ താവളമാക്കിയതിൽ പ്രതിഷേധിച്ച് BJP മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര BRC ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BRCയിലെ നിയമനങ്ങൾ സുതാര്യമാക്കി മാറ്റാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണം. അധികാരികളുടെ മൂക്കിനു താഴെ നടന്ന സംഭവം അറിഞ്ഞില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ BRCയിലെ നിയമനങ്ങളെക്കുറിച്ച് വകുപ്പുതല അന്വേഷണം നടത്തണമെന്നും ഇത്രയും രൂക്ഷമായ വിഷയത്തിൽ CPM മൗനം പാലിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പേരാമ്പ്രയും പരിസര പ്രദേശങ്ങളിലും ലഹരി ഉൽപ്പന്നങ്ങളുടെ വ്യാപകമായ രീതിയിലുള്ള ഉപയോഗം നടക്കുന്നതായി പേരാമ്പ്രയിൽ തന്നെയുള്ള ഹൈസ്കൂളിലെ അധ്യാപകനെ ഇതുമായി ബന്ധപ്പെട്ട് പിരിച്ചുവിട്ട സംഭവം ഈ സമയത്ത് കൂട്ടി വായിക്കേണ്ടതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അധ്യാപകനെ പിരിച്ചുവിട്ട സംഭവം അധികൃതരെ അറിയിക്കാതെ മൂടിവെച്ച സംഭവം അപലനീയമാണെന്നും ചൂണ്ടിക്കാട്ടി. BJP മണ്ഡലം പ്രസിഡന്റ് DK മനു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ KK രജീഷ്, തറമൽ രാകേഷ്, സംസ്ഥാന കൗൺസിൽ അംഗം TM ഹരിദാസ്, A. ബാലചന്ദ്രൻ, ബിനീഷ് ഇടവരാട്, CK ലീല, ഇല്ലത്ത് മോഹനൻ, PP പ്രസന്ന എന്നിവർ സംസാരിച്ചു. ഉറങ്ങുന്ന 2 ടീച്ചർമാരെ കഴിഞ്ഞ കുറെ കാലമായി ഇവിടെ സംരക്ഷിച്ചു പോകുന്നതിന്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കുക? ഇത് പരാതിപ്പെടാനോ ഇതിന് നടപടി സ്വീകരിക്കാനോ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ രീതിയിലേക്ക് ഇത് വളർന്നു പന്തലിക്കാൻ കാരണം. ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇവിടുത്തെ ജാമിദ ടീച്ചർ കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിന് കൊടുത്ത അഭിമുഖം. രാവിലെ മുതൽ വൈകുന്നേരം വരെ തല കുനിച്ചിരുന്ന് ഡെസ്കിൽ ചാരിക്കിടക്കുകയാണ്. വീട്ടിലെ പ്രശ്നങ്ങളാണ് കാരണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. വളരെ ബാലിശമായ കാരണങ്ങളാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം കാണിച്ചിട്ടുള്ളത്. അതിന്റെ പരിണിത ഫലമാണ്. ഇവിടെ ആളുകളെ തെരഞ്ഞെടുക്കുമ്പോൾ സാധാരണഗതിയിൽ MA BA എന്നൊക്കെ ഡിഗ്രിയാണ്, ഇപ്പൊ MDA കൂടി. കേരളത്തിലും മലയാളികളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഇവിടെ ഒരു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, പേരാമ്പ്രയുടെ ഭരണസിരാകേന്ദ്രത്തിന്റെ തൊട്ടു മുന്നിലാണ് BRC 10 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5-8 മാസമായിട്ടാണ് ഇത് ഇങ്ങോട്ട് വന്നിട്ട്. ഇത്രയും കാലത്തിനിടയിൽ ഒരാൾക്ക് പോലും, പോലീസ് സ്റ്റേഷൻ തൊട്ട പിന്നിലാണ്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അരിച്ചു വെറുക്കും, പൊതുപ്രവർത്തകന്മാർ എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ കൃത്യമായി അവർ രേഖപ്പെടുത്തും. പക്ഷെ അവരുടെ തൊട്ട മുന്നിലുള്ള ഈ BRC കേന്ദ്രത്തിലുള്ള ഈ അധ്യാപികമാർ ഇത്തരത്തിലുള്ള തികഞ്ഞ തെമ്മാടിത്തം കാണിച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ പോലീസിനോ സാധിച്ചിട്ടില്ല. 10 വർഷമായി അവിടെ നിയമിച്ചിട്ടുള്ള രാഷ്ട്രീയ നിയമനമാണ് BRCയിൽ.
ആ BRCയിൽ നിയമിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകർ കൂടിയാണ്. അവിടുത്തെ ടീച്ചേഴ്സ് മുഴുവൻ പൊതുപ്രവർത്തന മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ആരാണോ കേരളം ഭരിക്കുന്നത്, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, ആ പാർട്ടിയുമായി ആ മുന്നണിയുമായി മേൽബന്ധമുള്ള ആളുകളാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ. KK സജീവൻ, സിനി ബിജുകൃഷ്ണൻ, കോമത്ത് ശോഭ, M സായിദാസ്, പൊയ്യിൽക്കണ്ടി ബാലകൃഷ്ണൻ, പപ്പൻ ചക്കിട്ടപ്പാറ, സന്തോഷ് PB എന്നിവർ നേതൃത്വം നൽകി. ഇവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന് മനസ്സിലാക്കിയത് പോലീസിൻ്റെ അന്വേഷണത്തിലാണ്. മറ്റ് ചില പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ടീച്ചർമാരിലേക്ക് അന്വേഷണം എത്തുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. മാത്രമല്ല, ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് 3 മാസം മുമ്പ് പേരാമ്പ്ര ഹൈസ്കൂളിൽ നിന്ന് ഒരു അധ്യാപകനെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അതിപ്പോഴും വളരെ സ്വകാര്യമാക്കി വച്ചിരിക്കുകയാണ്. ആ സംഭവത്തെക്കുറിച്ചും അന്വേഷണം നടക്കണം. അധ്യാപകർ ഇങ്ങനെ വ്യാപകമായ തരത്തിൽ മയക്കുമരുന്നിൻ്റെ കണ്ണികളായത് എങ്ങനെയാണ്, ആരാണിതിൻ്റെ പിറകിൽ എന്നുള്ളത് കൃത്യമായി പുറത്തു വരണം. എന്നാൽ ഇന്നും ഈ പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ അവർ കൃത്യമായി മൊഴി കൊടുക്കാനോ ആരാണിതിൻ്റെ പിന്നിലെന്ന് പറയാനോ അവർ തയ്യാറാവുന്നില്ല എന്നതും നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ചില ഇടപെടലിൻ്റെ ഭാഗമായി ഈ അന്വേഷണം മരവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം ആളുകൾ എല്ലാം തുറന്നു പറയാൻ തയ്യാറാവാത്തത്. പോലീസ് ശക്തമായ നടപടിയെടുത്ത് അവരെ കൊണ്ട് വസ്തുതകൾ പുറത്തു പറയിച്ചാൽ ഇതിൻ്റെ വലിയ വലിയ കണ്ണികൾ പുറത്തു വരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇതിൻ്റെ മുഴുവൻ കണ്ണികളെയും പുറത്തു കൊണ്ടുവരണമെങ്കിൽ സമഗ്രമായ ഒരു അന്വേഷണം. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.